കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാനായി കിഡ്സ് ഇംഗ്ലീഷ് 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി എല്ലാ ശനിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാനായി റെസിഡൻഷ്യൽ ക്യാമ്പുകൾ. കിഡ്സ് ഇംഗ്ലീഷ് ബാച്ച് അഡ്മിഷൻ തുടരുന്നു. പാറ്റ് ഇന്റർനാഷണൽ നിയർ ഹൈസ്കൂൾ പൂക്കോട്ടുംപാടം. ചോക്കാട് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയതായി ആരോപിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ നിലമ്പൂർ ഏരിയ ട്രഷറർ കെ റനീദ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാഴ്ചയോളം അവിടെ ജനറേറ്റർ വർക്കാവില്ല, പവർ കട്ടും വന്നു. അവിടുത്തെ രോഗികൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവിടുത്തെ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നല്ല മനസ്സിന്റെ ഭാഗമായി അവർ മൊബൈൽ വെളിച്ചത്തിലും അതുപോലെ തന്നെ ജനാലിന്റെ വെളിച്ചത്തിലുമൊക്കെ ചികിത്സ നടത്തി. ആ ചികിത്സ നടത്തിയ ഡോക്ടർമാരെ അഭിനന്ദിക്കുന്നതിന് പകരം ഇവിടുത്തെ കുറച്ചാളുകൾ ചെന്ന് അവിടെ ഡോക്ടർമാർ കൃത്യമായി അറിയിച്ചില്ല എന്ന പ്രശ്നം ആരോപിച്ചുകൊണ്ട് ഈ പ്രശ്നം അവിടുത്തെ ഡോക്ടർമാരെ തലയിൽ വെച്ച് കെട്ടാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇവിടുത്തെ ഭരണസമിതി, ചോക്കാട് പഞ്ചായത്തിലെ ഭരണസമിതി സ്വീകരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ 15 ദിവസമായിട്ടും അവിടുത്തെ ജനറേറ്ററും അതുപോലെ തന്നെ അവിടുത്തെ UPS സംവിധാനവും വർക്കാവാത്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിന് ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടും അതുപോലെ തന്നെ ഈ HFCയുടെ അനീതിക്കെതിരെ യുവജന ശബ്ദം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം രാജ്യത്തെ ഏറ്റവും മികച്ച ആശുപത്രിയായ ചോക്കാട് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. ഹെൽത്ത് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങാതിരിക്കാൻ ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ജനറേറ്ററും UPSഉം തകരാറിലായി. പഞ്ചായത്ത് അധികൃതർ അറിഞ്ഞിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല. മൊബൈൽ വെളിച്ചത്തിലെങ്കിലും ജനങ്ങൾക്ക് സേവനം ചെയ്ത ആശുപത്രി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയാണ് UDF ഭരണസമിതി ചെയ്തതെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. ഉച്ചയ്ക്ക് ശേഷവും ഞായറാഴ്ചയും രോഗികളെ ചികിത്സിക്കുക, OP ടിക്കറ്റിനുള്ള വർദ്ധിപ്പിച്ച ഫീസ് പിൻവലിക്കുക, കാലഹരണപ്പെട്ട ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കുക, രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ആശുപത്രിയുടെ മുകളിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച കോൺഫറൻസ് ഹാൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇതിനു പകരം ആശുപത്രിയിൽ മരുന്നെത്തിക്കാമായിരുന്നുവെന്നും സമരക്കാർ പറഞ്ഞു. ഡിവൈഎഫ്ഐ CPM നേതാക്കളായ രാഹുൽ എടപ്പുലം, T റിയാസ്, KT മുജീബ്, KT മജീദ്, രഞ്ജിത്ത്, ശിവപ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.